ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാരങ്ങ കറിയാണ്. നമുക്ക് അച്ചാറായിട്ടും ഇത് യൂസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 നാരങ്ങ എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് തയ്യാറാക്കാൻ കഴിയും. ആദ്യം നാരങ്ങ നന്നായി കഴുകിയെടുക്കുക. പുറം തൊലി കളയുന്നതുകൊണ്ട് ഒട്ടും തന്നെ കയ്പ്പ് കാണത്തില്ല. നാരങ്ങയുടെ 2 വശങ്ങളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് തൊലി കളഞ്ഞെടുക്കുക. ഇതുപോലെ എല്ലാ നാരങ്ങയും ചെയ്യുക. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നിങ്ങൾ മുറിച്ചെടുക്കുക. കട്ട് ചെയ്ത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കറിയാക്കി എടുക്കാൻ നോക്കാം. ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയിലിടുക. പാൻ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിലോ നല്ലെണ്ണയോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉലുവ ചേർക്കുന്നത്. ഞാൻ പൊടിക്കാത്ത ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച ഉലുവ വേണമെങ്കിൽ ചേർക്കാം. അതിനുശേഷം നാരങ്ങ ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, നാരങ്ങയിൽ വെള്ളമുണ്ട്. ഒരു 5 വെളുത്തുള്ളി അല്ലി എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നാരങ്ങ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. ശേഷം അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് ഇടണം. അതിനുശേഷം ഞാനൊരു വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ ചേരുവകളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടി കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാണുമ്പോൾ തന്നെ അറിയാം കറി നന്നായിട്ടായി വരുന്നുണ്ട്. ഇനി കറിയുടെ നല്ലൊരു ടേസ്റ്റും മണവും ഒത്തുവരാൻ വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. കറി നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത്. ചെറിയ ഫ്ലെയിമിലിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ആവശ്യത്തിനും നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നാരങ്ങയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്തതുകൊണ്ട് മാസങ്ങളോളം കേടുകൂടാതിരിക്കും. ഇപ്പോൾ കറി നല്ല റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി തണുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കാം. നാരങ്ങ കറി സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കുപ്പി ജാറ് തിരഞ്ഞെടുക്കുക. സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഒരു കുപ്പി മതിയാവും. കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. ഇതുപോലെ നാരങ്ങ കറിയും പലതരം അച്ചാറുകളും സൂക്ഷിച്ച് വയ്ക്കാൻ നല്ലതാണ് കുപ്പി ജാറ്. കറി ഏകദേശം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കുപ്പിയിലോട്ട് മാറ്റാം. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് അച്ചാറ് നമുക്ക് കുപ്പിയിലോട്ട് നിറയ്ക്കാം. നനവില്ലാത്ത സ്പൂൺ വെച്ച് വേണം അച്ചാർ എടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പ് കയറും. പതിനെട്ട് നാരങ്ങയോളം ഉണ്ടെങ്കിൽ ഒരു ഫുൾ ജാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ 6 നാരങ്ങ എടുത്തിട്ടുള്ളൂ. ഓണക്കാലമൊക്കെ ഇല്ലേ, എല്ലാവർക്കും നാരങ്ങ കറി ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.